നമസ്കാരം. പ്രധാന വാർത്തകൾ വായിക്കുന്നത് ആരെങ്കിലും ആയിക്കോട്ടെ. നിങ്ങൾ കേട്ടാൽ മതി. പ്രശസ്ത കവി ജിൻസിനെ കുഞ്ഞുണ്ണിമാഷ് പുരസ്കാരം. തുമ്പളവിനെ വീണ്ടും രണ്ടടി വളർച്ച. ചളിയിൽ പുതുചരിത്രം സൃഷ്ടിച്ച് അബ്ദുൾ സമദ്. മമ്മൂട്ടി മോഹൻലാൽ അടിനിർത്തി. കോഴി വളർത്തൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾ. കഞ്ചു വിവേകിനെ റൂം കിട്ടി. അവധിയില്ലാതെ വീണ്ടും ഒരു തെങ്ങിലി ഒഴുകി. വാർത്തകൾ വിശദമായി. പ്രശസ്ത കവി ജിൻസിനെ കുഞ്ഞുണ്ണിമാഷ് പുരസ്കാരം. പപ്പനെ കാണുവാനില്ലെന്ന യാഥാർത്ഥ്യത അടിസ്ഥാനമാക്കി രചിച്ച പപ്പൻ ഹോപ്സിലാണ് എന്ന കവിതയ്ക്കാണ് രണ്ടാമത് കുഞ്ഞുണ്ണിമാഷ് പുരസ്കാരം നേടിയത്. കൂടുതൽ വിവരങ്ങളുമായി റൂംമേറ്റ് അഭിജിത്ത് നമ്മോടൊപ്പം ചെയ്യുന്നുണ്ട്. അഭിജിത്ത്, യാഥാർത്ഥ്യത്തെ ആശ്രമാക്കി ശ്രീ ജിൻസ് രചിച്ച പപ്പൻ ഹോപ്സിലാണെന്ന കവിതയ്ക്കാണ് കുഞ്ഞുണ്ണിമാഷ് പുരസ്കാരം ലഭിക്കുകയുണ്ടായത്. ഇതിനു മുമ്പ് തന്നെ ശ്രീ ജിൻസ് രചിച്ച കതിരാൻ എന്ന കവിതയും കുഞ്ഞുണ്ണിമാഷ് പുരസ്കാരത്തിന് അർഹമായിട്ടുണ്ട്. ഇതോടുകൂടി 4ാം തവണയാണ് ശ്രീ ജിൻസിന് കുഞ്ഞുണ്ണിമാഷ് പുരസ്കാരം ലഭിക്കുന്നത്. ജിൻസിന്റെ അലക്കാനിട്ട വസ്ത്രങ്ങൾക്കിടയിൽ നിന്നും സുംബുളുവിനെ വീണ്ടും രണ്ടടി വളർച്ച. PPG എഞ്ചിനീയറിംഗ് കോളേജ് ട്രിപ്പിളി വിദ്യാർത്ഥിയായ സുംബുളുവിന്റെ വളർച്ച വീണ്ടും രണ്ടടി വർദ്ധിച്ചു. ഇതിനു മുമ്പ് തന്നെ PPGയിലെ മോസ്റ്റ് സെക്സീസ് പുരസ്കാരം നേടിയിട്ടുണ്ട് സുംബുളു. സമതിന്റെ കിരീടത്തിനൊരു കൊത്തുവിൽ കൂടി. നവാഗത ചളിയടിയും സമത് കളി പ്രസ്ഥാനത്തിൽ 1ാം സ്ഥാനത്തെത്തി. ഇതേ പ്രസ്ഥാനത്തെ മുന്നേ നയിച്ചുകൊണ്ടിരുന്ന പട്ടി കോളനി ചളി ബോയ് സംഘങ്ങളായ ചളിജിത്ത്, അഭിജിത്ത്, ഫഹദ്, ജഹാൻ എന്നിവരെ പിന്നിലാക്കിക്കൊണ്ടാണ് സമതിന്റെ മുന്നേറ്റം. PPGയിലായാലും SNS വെച്ച് ഇന്റേണൽ എക്സാം എഴുതാം എന്ന ചളിയുമായി സമത് മുന്നേറി. സമതിന്റെ തുടക്കം ചളിയിലായിരുന്നെങ്കിലും എന്നാൽ തന്റെ മുന്നേയുള്ള ചളികളിൽ ശ്രദ്ധിക്കപ്പെടാതെ പോയത് തന്റെ കരിയറിനെ ബാധിച്ചു എന്ന് സമത് ഞങ്ങളുടെ ന്യൂസ് ചാനൽ അറിയിച്ചു. എന്തായാലും ഈ പുരസ്കാരം ഇനി ആർക്കും വിട്ടുകൊടുക്കില്ലെന്നാണ് സമത് പറയുന്നത്. ഇനിയൊരു വിതരണം. പന്ത് മീഡിയ കൊണ്ടോട്ടി കളിച്ചാള സാധനമെല്ലാം ഒരു കുടന്റെ ചോട്ടില്. കളിച്ചാള പന്ത്, കളിച്ചുമ്പോഴുള്ള ഷൂവ്, കളിച്ചുമ്പോഴുള്ള കുപ്പായം, കളിച്ചുമ്പോഴുള്ള ട്രൗസർ ഒക്കെ വരെ പീടിയുണ്ടായിരുന്നു. പോരാൻ ഷൂ തുറക്കാനുള്ള സാധനം, വിയർപ്പ് ഉണക്കാനുള്ള പൊടി, കളിന്റെ പഠിച്ചാൽ കളിനെ പറ്റി പഠിച്ചാലുള്ള കിതാബ് ഒക്കെ ഉണ്ടെന്ന് അവർ പറയുന്നത്. ഇവർക്ക് തന്നെ അരിക്കോട് വേറെ ഒരു പീടി ഉണ്ടല്ലോ. പോരാഞ്ഞിട്ട് ഒരു കോഴിക്കോട്ടങ്ങാടി ഇനി വേറൊരു പന്ത് കൂടി തുറക്കാൻ പോകുന്നെന്ന് പറഞ്ഞു. കോഴി വളർത്തൽ മേഖലയിൽ പുതു ദൗത്യങ്ങളുമായി എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾ രംഗത്ത്. PPG എഞ്ചിനീയറിംഗ് കോളേജിൽ ഒരുപറ്റം കോഴികളെ വളർത്തി വിദ്യാർത്ഥികൾ ശ്രദ്ധേയമാകുന്നു. CSE ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ആരംഭിച്ച കോഴി വളർത്തൽ ഇപ്പോൾ ട്രിപ്പിളി ഡിപ്പാർട്ട്മെന്റിൽ പടർന്നിരിക്കുകയാണ്. തന്റെ കഴിവ് മറ്റുള്ളവർക്ക് ഇല്ലാത്തതിനാൽ അസൂയപ്പെട്ടിട്ട് കാര്യമില്ലെന്ന് പേര് വെളിപ്പെടുത്താത്ത കോഴിക്കോട്ടെ പ്രശസ്ത കോഴി നേതാവ് അഭിപ്രായപ്പെട്ടു. എന്നാൽ താനിപ്പോൾ പിറകെ കൂടിയിരിക്കുന്നത് സീരിയസ് ആയതാണ് എന്ന് കോഴി പത്രസമ്മേളനത്തിൽ അറിയിച്ചു. എന്നാൽ ഈ പ്രസ്താവന തീർത്തും അംഗീകരിക്കാൻ പറ്റാത്തതാണെന്ന് EB കോളേജിൽ തന്നെ മറ്റൊരു അണ്ണാച്ചി കൂടി അറിയിച്ചു. കഞ്ചു വിവേകിന് റൂം കിട്ടി. PPGയിൽ ഈയിടെയുണ്ടായ ഗുണ്ടമിനോ വിളയാട്ടം മൂലം റൂം നഷ്ടപ്പെട്ട കഞ്ചു വിവേകിന് പുതിയ റൂം കിട്ടി. മുന്നേ നിന്ന് വീട്ടിൽ വാടക കൊടുക്കാൻ സൂചിപ്പിച്ച തനിക്ക് ഇതൊരു അടിയാണെന്ന് വിവേക് അറിയിച്ചു. സെമസ്റ്റർ എക്സാമിന് സീറ്റ് ലഭിക്കാതെ വിദ്യാർത്ഥികൾ വലഞ്ഞു. ഇന്നലെ നടന്ന M3 റെഗുലർ അറിയൽ എക്സാമിനാണ് സീറ്റ് ലഭിക്കാതെ വിദ്യാർത്ഥികൾ വലഞ്ഞത്. 3 വർഷമായി എഴുതിക്കൊണ്ടിരുന്നതും പാസ്സാകാതിരുന്ന 600ഓളം വിദ്യാർത്ഥികളാണ് ഇന്നലെ സീറ്റ് ലഭിക്കാതെ വലഞ്ഞത്. ആനക്കൊക്കെ വലിയ